ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഗ്ലോബൽ ബൈറ്റ്സ്. നമുക്കിതൊരു വെജിറ്റബിൾ ബിരിയാണി റൈസ് ട്രൈ ചെയ്താലോ? അതിനായിട്ട് നമ്മൾ ഓൾറെഡി ബിരിയാണി റൈസ് ഒരു അരമണിക്കൂർ നേരം സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. അതിലേക്ക് നമ്മൾ നമ്മുടെ മസാലക്കൂട്ടുകളായ ഗ്രാമ്പൂ, കറുവപ്പട്ട, ഏലക്ക, പെരുംജീരകം, തക്കോലം ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പകുതി നാരങ്ങ നമ്മൾ പിഴിഞ്ഞ് ഇടുന്നുണ്ട്. കുരുവില്ലാതെ നമ്മൾ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. നമ്മൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് ഉപ്പും ഒക്കെ ഇട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ സോക്ക് ചെയ്ത് വെച്ച് നമ്മുടെ അരി ഇട്ട് കൊടുത്ത് നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഒരു അരിപ്പക്കൊട്ടയിൽ അരി കറക്റ്റ് വേവാകുമ്പോൾ ഒരു അരിപ്പക്കൊട്ടയിൽ നമ്മൾ വാങ്ങി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ നമ്മുടെ മസാലക്കൂട്ട് റെഡിയാക്കാം. അതിനായിട്ട് നമ്മൾ എണ്ണയും നെയ്യും ഒഴിച്ച് ആദ്യം തന്നെ നമ്മുടെ കിസ്മിസ്, കാഷ്യൂനട്ട്, നമ്മുടെ അതുപോലെ തന്നെ സവാള ഇത് നമ്മൾ നന്നായിട്ട് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് സവാള നല്ല ചുമന്ന കളറിൽ നമ്മളിത് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ട മസാലക്കൂട്ട് റെഡിയാക്കാം. എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ മസാല എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരു സവാളയും കുറച്ച് വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ അതിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഒരു ക്യാരറ്റ് ഉണ്ട്, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 ബീൻസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ഈ ഒരു ഫോമിൽ സ്ലൈസ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു പകുതി ക്യാപ്സിക്കം അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മളൊന്ന് വഴറ്റിയെടുക്കും. നമുക്കൊന്ന് ഒത്തിരി വെന്ത് പോകണ്ട, എന്നാലും നമ്മൾ ഹാഫ് കുക്ക്ഡ് ആകുകയും വേണം. അങ്ങനെ നമ്മൾ ഇതിനകത്തിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ചെറുതീയിൽ വേണം ഇതെല്ലാം ചെയ്യാൻ. ഇനി നമ്മളിതിലേക്ക് 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തൊന്ന് ചെറുതായിട്ട് തിളപ്പിക്കുന്നുണ്ട്. ഒത്തിരി തിളയ്ക്കേണ്ട, ചെറുതായിട്ട് ഇതൊന്ന് വേകണം. ഇതൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മൾ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ റൈസ് ഉണ്ടല്ലോ, റൈസ് നമ്മൾ കുറേശ്ശെ നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണം. നന്നായിട്ട് നമ്മൾ റൈസ് എല്ലാം ഇട്ടിട്ട് ഇതെല്ലാം ഒന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. കുഴഞ്ഞു പോവല്ല, നമ്മൾ സൈഡിൽ നിന്ന് വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്. നമ്മളിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ മിൻറ്റ്, അതുപോലെ തന്നെ മല്ലിയില ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിരുന്ന നമ്മുടെ സവാള, കിസ്മിസ്, അണ്ടിപ്പരിപ്പ് ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ കുറച്ച് പൈനാപ്പിളും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചിക്കൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം, സാലഡ് കൂട്ടി കഴിക്കാം. അടിപൊളി റൈസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.